ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ടെക്നിക്സ് ഓഫ് സയൻറ്റിഫിക് മാനേജ്മെൻ്റ് ആണ്. ടെക്നിക്സ് ഓഫ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റിൻ്റെ ഫാദർ അല്ലെങ്കിൽ ഇതിൻ്റെ ക്രിയേറ്റർ എന്ന് പറയുന്നത് FW ടൈലറാണ്. അദ്ദേഹത്തിൻ്റെ ജീവിത കാലഘട്ടത്തിൽ ഒരുപാട് ഫാക്ടറികളിൽ അദ്ദേഹം വർക്ക് ചെയ്യുകയുണ്ടായി. അപ്പോൾ ആ സമയത്ത് അയാളുടെ എക്സ്പീരിയൻസും അദ്ദേഹത്തിൻ്റെ ഒബ്സർവേഷനൊക്കെ വെച്ചിട്ടാണ് ഈ പറഞ്ഞിരിക്കുന്ന ടെക്നിക്സ് അയാൾ കണ്ടെത്തിയിട്ടുള്ളത്. ഒരു ജോലി ഏറ്റവും മനോഹരമായി ചെയ്തു തീർക്കുക എന്നുള്ള ഒരു ലക്ഷ്യമാണ് ഈ ടെക്നിക്സ് കണ്ടുപിടിക്കുന്നതിലൂടെ അദ്ദേഹം ഉദ്ദേശിച്ചത്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഫാക്ടറിക്കകത്ത് അനാവശ്യമായ വേസ്റ്റേജ് ഒഴിവാക്കുക, അനാവശ്യമായി സമയം കളയുന്ന ഒഴിവാക്കുക, ഏറ്റവും നന്നായിട്ട് റിസൾട്ട്, അതായത് നന്നായിട്ട് ഔട്ട്പുട്ട് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഫാക്ടറി എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഒരു പ്രൊഡക്ഷൻ യൂണിറ്റാണ്. അപ്പോൾ ഒരു പ്രൊഡക്ഷൻ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഓരോ സാധന സാമഗ്രികളെല്ലാം ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലത്തിനാണ് ഈ പ്രൊഡക്ഷൻ യൂണിറ്റ് എന്ന് പറയുന്നത്. അവിടെ ഒരുപാട് എംപ്ലോയീസ് വർക്ക് ചെയ്യുന്നുണ്ട്, ഒരുപാട് മെഷീനും കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പം ഒരു ദിവസം ഏറ്റവും മനോഹരമായിട്ട്, അല്ലെങ്കിൽ എല്ലാ ദിവസങ്ങളിലും ഏറ്റവും മനോഹരമായിട്ട് അവിടെ ജോലികൾ പോകണം, തടസ്സങ്ങളൊന്നും കൂടാതെ. അപ്പം അനാവശ്യമായ സമയം കളയരുത്, അനാവശ്യമായിട്ടുള്ള വേസ്റ്റേജ് ഉണ്ടാവരുത്. അതെല്ലാം കുറയ്ക്കുന്നതിനായിട്ടാണ് അദ്ദേഹം ഈ ടെക്നിക്സ് ഓഫ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് കണ്ടെത്തിയത്. അതിനകത്ത് അദ്ദേഹം കണ്ടെത്തിയിട്ടുള്ള ടെക്നിക്സ് നമുക്ക് പഠിക്കാനുള്ളത് ഫങ്ഷണൽ ഫോർമാൻഷിപ്പ്, സ്റ്റാൻഡേർഡൈസേഷൻ ആൻഡ് സിംപ്ലിഫിക്കേഷൻ ഓഫ് വർക്ക്, മെത്തേഡ് സ്റ്റഡി, മോഷൻ സ്റ്റഡി, ടൈം സ്റ്റഡി, ഫെറ്റീഗ് സ്റ്റഡി, ഡിഫറൻഷ്യൽ പീസ് വേസ് സിസ്റ്റം. ഇത്ര ഐറ്റമാണ് നമുക്ക് പഠിക്കാനുള്ളത്. അടുത്തായിട്ട് നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന ടെക്നിക്സ് ഓഫ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റിലെ ഓരോ ടെക്നിക്സും നമുക്ക് സ്റ്റഡി ചെയ്യാം. ഫസ്റ്റ് വൺ പറഞ്ഞിരിക്കുന്ന ഫങ്ഷണൽ ഫോർമാൻഷിപ്പ്. ഈ ഫോർമാൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സൂപ്പർവൈസർ എന്നാണ്. സൂപ്പർവൈസറെ തന്നെയാണ് ഈ ഫോർമാൻ എന്ന് വിളിക്കുന്നത്. അപ്പം ഈ FW ടൈലർ ഞാൻ പറഞ്ഞു, അദ്ദേഹം തൻ്റെ ജീവിതത്തിലുള്ള ഒബ്സർവേഷനിലൂടെ അദ്ദേഹം കുറേ സ്ഥലത്ത് ജോലികളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ആ ജോലി ചെയ്ത ഫാക്ടറികളിലെല്ലാം അദ്ദേഹം ഒരു ഒബ്സർവേഷൻ നടത്തി. അപ്പോൾ അദ്ദേഹം കണ്ടെത്തി ഈ വർക്കേഴ്സ്, ഒരു പ്രൊഡക്ഷൻ യൂണിറ്റിലെ വർക്കേഴ്സ് ഇൻട്രാക്ട് ചെയ്യുന്നത് അവിടുത്തെ സൂപ്പർവൈസറായിട്ടാണ്. അല്ലാതെ അവർ നേരെ വന്നിട്ട് CEO മുറിയിലോട്ട് കയറി ചെല്ലുക അങ്ങനെയൊന്നുമല്ല അവർ ജോലി ചെയ്യുന്നത്. അവർ ഏറ്റവും കൂടുതൽ ഇൻട്രാക്ട് ചെയ്യുന്നത്, അവർ വേണ്ട നിർദ്ദേശങ്ങൾ മേടിക്കുന്നതെല്ലാം ഈ പറഞ്ഞിരിക്കുന്ന സൂപ്പർവൈസർ ചെയ്യുന്നതെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞാണ്. ഒരു കമ്പനിക്ക് പ്രധാനമായിട്ട് 3 ലെവലാണുള്ളത്. ഒരു മാനേജ്മെൻറ്റ് ലെവൽ, ഫസ്റ്റ് വൺ ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ്, മിഡിൽ ലെവൽ മാനേജ്മെൻറ്റ്, തേർഡ് വൺ ലോവർ ലെവൽ മാനേജ്മെൻറ്റ്. അപ്പോൾ ഫസ്റ്റ് വണ്ണിനകത്ത് വരുന്നതാണ് ഈ പറഞ്ഞിരിക്കുന്ന കമ്പനി CEO, മാനേജിങ് ഡയറക്ടർ, ചീഫ് എക്സിക്യൂട്ടീവ്, അങ്ങനെയുള്ളവരെല്ലാമാണ് ഈ ടോപ്പ് ലെവൽ വരുന്നത്. ലോവർ ലെവൽ വരുന്നതാണ് സൂപ്പർവൈസർ അല്ലെങ്കിൽ ഫോർമാൻ എന്ന് പറയുന്ന ആൾക്കാരെല്ലാം. അപ്പം ഒരു പ്രൊഡക്ഷൻ യൂണിറ്റിൽ, സപ്പോസ് ഒരു ഉദാഹരണമായിട്ട് എടുക്കുക, ഒരു കാറിൻ്റെ പ്രൊഡക്ഷൻ യൂണിറ്റാണ്. അവിടെ കാറ് നിർമ്മിക്കുന്നതിന് കുറേ വർക്കേഴ്സ് വരും. ആ മെഷീനറീസ് എല്ലാം പ്രവർത്തിപ്പിക്കുന്നതിനും അങ്ങോട്ടും ഇങ്ങോട്ടും സ്പെയർ പാർട്സുകൾ എടുത്തുകൊണ്ട് നടക്കുന്നതിനൊക്കെ ആയിട്ട് കുറേ വർക്കേഴ്സ് അവിടെ വരുന്നുണ്ട്. ആ വർക്കേഴ്സ് എല്ലാം ഡെയിലി ഇൻട്രാക്ട് ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടുത്തെ സൂപ്പർവൈസറായിട്ടാണ്. അല്ലാതെ അവർ പോയി നിർദ്ദേശങ്ങൾ സ്വീകരിക്കുന്ന നേരെ പോയിട്ട് CEO മുറി കയറിയിട്ടോ അല്ലെങ്കിൽ മാനേജിങ് ഡയറക്ടറെ റൂമിൽ കയറി ഞാൻ ഇന്ന് ചെയ്യേണ്ട ജോലികൾ എന്തൊക്കെയാണെന്നൊന്നും അല്ല ചോദിക്കുന്നത്. ഇവരെല്ലാം നിർദ്ദേശങ്ങൾ സ്വീകരിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ സൂപ്പർവൈസറുടെ അടുത്തു നിന്നാണ്. അപ്പം FW ടൈലർ തീരുമാനിച്ചു, ഈ സൂപ്പർവൈസർ എന്തായാലും ഇങ്ങനെ വർക്കേഴ്സുമായിട്ട് ഇടപെട്ട് നിൽക്കുന്ന ഒരാളാണല്ലോ, അദ്ദേഹത്തിന് ഒരുപാട് ഗുണങ്ങൾ എന്തായാലും ആവശ്യമുണ്ട്. ഇൻ്റലിജൻസ് ആവശ്യമാണ്, സ്പെഷ്യൽ നോളജ് ആവശ്യമാണ്, ജഡ്ജ്മെൻ്റ് ആവശ്യമാണ്. അങ്ങനെ കുറേ ക്വാളിറ്റീസ് അദ്ദേഹം കണ്ടെത്തി ഒരു ഫോർമാന് വേണ്ടത്. പിന്നെയും അദ്ദേഹം ഒബ്സർവേഷൻ നടത്തി, കുറേ കമ്പനികളിലെല്ലാം നോക്കി ഇങ്ങനെ എല്ലാ ഗുണങ്ങളും ഉള്ള ഫോർമാനെ എവിടെയെങ്കിലും ഉണ്ടോ എന്നുള്ള രീതിയിൽ അദ്ദേഹം ഒരു ഒബ്സർവേഷൻ നടത്തി. പക്ഷേ ഇദ്ദേഹം ഉദ്ദേശിച്ചിരിക്കുന്ന എല്ലാ ഗുണങ്ങളും ഉള്ള ഒരു ഫോർമാനെ പോലും അല്ലെങ്കിൽ ഒരു സൂപ്പർവൈസറെ പോലും കണ്ടെത്താനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം തീരുമാനിച്ചു, ഒരു കമ്പനിയിൽ ഒരു ഫോർമാൻ മാത്രം പോരാ, കുറേയേറെ സ്പെഷ്യലിസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ ഈ സൂപ്പർവൈസർ ഓരോ മേഖലകളിലും സ്പെഷ്യലിസ്റ്റ് ആയിരിക്കണം. ഒന്നുകൂടി നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ തൊട്ട് താഴെ നോക്കാം. ടൈലർ സജസ്റ്റഡ്, കാണിച്ചു തരാം. ടൈലർ സജസ്റ്റഡ് ഇൻട്രൊഡക്ഷൻ ഓഫ് ഡിവിഷൻ ഓഫ് വർക്ക്. അപ്പോൾ അദ്ദേഹം തീരുമാനിച്ചത് വർക്കിനെ ഡിവൈഡ് ചെയ്യുക, ഒരു സൂപ്പർവൈസറുടെ വർക്കിനെ ഡിവൈഡ് ചെയ്യാനാണ് അദ്ദേഹം തീരുമാനിച്ചത്. ഇൻ എ ഫാക്ടറി, അപ്പോൾ ഒരു ഫാക്ടറിയിൽ ഒരു സൂപ്പർവൈസറുടെ വർക്കിനെ ഡിവൈഡ് ചെയ്യുക, അത് തരംതിരിച്ച് 2 ഡിപ്പാർട്ട്മെൻറ്റുകളാക്കി മാറ്റുക. ഒന്നാമത്തെ പ്ലാനിങ്, രണ്ടാമത്തെ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പം അവിടെ ഞാൻ പറഞ്ഞു, എല്ലാ ക്വാളിറ്റീസും ഒരു ഫോർമാൻ ഇല്ലാത്തതുകൊണ്ട് പ്രധാനമായിട്ടും 2ആയിട്ട് തിരിക്കുക. ഫസ്റ്റ് വൺ പ്ലാനിങ്, രണ്ടാമത്തെ പ്രൊഡക്ഷൻ. ഇനി പ്ലാനിങ് ഈസ് ഡൺ ഇൻ ദ പ്ലാനിങ് ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പം ഒരു കമ്പനിയിൽ പ്ലാനെല്ലാം ചെയ്യേണ്ടത്, അല്ലെങ്കിൽ വർക്കേഴ്സ് എന്തൊക്കെ ചെയ്യണം, ഏത് സമയത്ത് ചെയ്തു തീർക്കണം, എത്രത്തോളം ജോലികൾ ചെയ്തു തീർക്കണം എന്നുള്ള കാര്യങ്ങളെല്ലാം പ്ലാനിങ് വരുന്നത്. പ്ലാനിങ് ഈസ് ഡൺ ഇൻ ദ പ്ലാനിങ് ഡിപ്പാർട്ട്മെൻറ്റ് ബൈ 4 എക്സ്പേർട്സ്. അതിൻ്റെ അകത്ത് 4 എക്സ്പേർട്ടും വേണം. അപ്പം ഒരാൾ മാത്രമല്ല പ്ലാൻ ചെയ്യുന്നത്, 4 എക്സ്പേർട്ട് ഓർ സ്പെഷ്യലിസ്റ്റ്.
ഇനി രണ്ടാമത്തെ എക്സിക്യൂഷൻ പാർട്ട് ഈസ് ക്യാരിഡ് ഔട്ട് ഇൻ ദ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്. ഇനി പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റാണ് ഇവർ പ്ലാൻ ചെയ്ത കാര്യങ്ങൾ നടപ്പിലാക്കാൻ പോകുന്നത്. അപ്പം പ്ലാനിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് അത് തയ്യാറാക്കുക, മാർഗ്ഗരേഖകൾ തയ്യാറാക്കുക, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് അത് നടപ്പിലാക്കുക. അപ്പോൾ അല്ലാണ്ട് പ്ലാനിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലുള്ളവർ പോയിട്ട് അത് നടപ്പിലാക്കാൻ പോകേണ്ട ആവശ്യമില്ല. അവരൊരു ഡ്രാഫ്റ്റ് മാത്രം തയ്യാറാക്കി കൊടുത്താൽ മതി. ബൈ അനദർ 4 സ്പെഷ്യലിസ്റ്റ്, മറ്റ് 4 സ്പെഷ്യലിസ്റ്റുകളെ വെച്ചിട്ടാണ് ആ പ്ലാനുകളെല്ലാം എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഒന്നുകൂടി പറയാം, ഫങ്ഷണൽ ഫോർമാൻഷിപ്പിൽ ഡിവിഷൻ ഓഫ് വർക്കിനെ പ്രധാനമായിട്ടും രണ്ട് ഡിപ്പാർട്ട്മെൻറ്റായിട്ടാണ് തിരിച്ചേക്കുന്നത്. പ്ലാനിംഗ് ഡിപ്പാർട്ട്മെൻറ്റ്, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്. പ്ലാനിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് ഓരോ ദിവസവും ചെയ്യേണ്ട ജോലികളെല്ലാം പ്ലാൻ ചെയ്യുക, എത്ര സമയത്തിനുള്ളിൽ ചെയ്തു തീർക്കണമെന്ന് തീരുമാനിക്കുക, എത്രത്തോളം യൂണിറ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യണമെന്ന് തീരുമാനിക്കുക എന്ന് വേണ്ട ഡേ ടു ഡേ ആക്ടിവിറ്റീസ് എല്ലാം പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ് പ്ലാനിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. രണ്ടാമത്തെ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് പ്ലാനിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ഈ പ്ലാൻ ചെയ്തേക്കുന്ന കാര്യങ്ങളെല്ലാം എക്സിക്യൂട്ട് ചെയ്യുക അല്ലെങ്കിൽ നടപ്പിലാക്കുക എന്നുള്ളതാണ് ഈ പറഞ്ഞേക്കുന്ന പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഡ്യൂട്ടി. അടുത്ത പേജിൽ ഒരു ഡയഗ്രാം തന്നിട്ടുണ്ട്. പ്രൊഡക്ഷൻ മാനേജർ, അദ്ദേഹത്തിൻ്റെ കീഴിൽ 2 ഡിപ്പാർട്ട്മെൻറ്റ് പിന്നെയും വരികയാണ്, പ്ലാനിംഗ് ഡിപ്പാർട്ട്മെൻറ്റ്, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്. ഇനി അവരുടെ കീഴിൽ സൂപ്പർവൈസർമാർ വരികയാണ്. പ്ലാനിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും വർക്കേഴ്സിൻ്റെ ഇടയ്ക്ക് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞേക്കുന്ന പ്രൊഡക്ഷൻ മാനേജർ എന്ന് പറഞ്ഞാൽ മിഡിൽ ലെവൽ മാനേജറാണ്. വർക്കേഴ്സ് എന്ന് പറഞ്ഞാൽ ഏറ്റവും താഴെയുള്ളതാണ്. ഇതിനിടയ്ക്കാണ് തേർഡ് ലെവൽ മാനേജ്മെൻറ്റ് വരുന്നത്, ബോട്ടം ലെവൽ മാനേജ്മെൻറ്റ്. അതിൻ്റെ അകത്ത് 2 ഡിപ്പാർട്ട്മെൻറ്റ് വരുന്നുണ്ട്, പ്ലാനിംഗ് ഡിപ്പാർട്ട്മെൻറ്റ്, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്. പ്ലാനിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ 4 സൂപ്പർവൈസർ വരുന്നുണ്ട്, റൂട്ട് ക്ലർക്ക്, ഇൻസ്ട്രക്ഷൻ കാർഡ് ക്ലർക്ക്, ടൈം ആൻഡ് കോസ്റ്റ് ക്ലർക്ക്, ഡിസിപ്ലിനേറിയൻ. അടുത്ത് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ 4 സൂപ്പർവൈസർമാർ വരുന്നുണ്ട്, ഗ്യാങ് ബോസ്, സ്പീഡ് ബോസ്, റിപ്പയർ ബോസ്, ഇൻസ്പെക്ടർ. ഇനി ഓരോരുത്തരുടെയും ഡ്യൂട്ടി നമുക്ക് നോക്കാം. സ്പെഷ്യലിസ്റ്റ് ഇൻ പ്ലാനിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ പ്ലാനിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ വരുന്ന സ്പെഷ്യലിസ്റ്റ് അല്ലെങ്കിൽ സൂപ്പർവൈസർമാർ. ഒന്നാമത്തെ റൂട്ട് ക്ലർക്ക്, ഡിറ്റർമൈൻ ദ സീക്വൻസ് ഓഫ് കംപ്ലീറ്റിംഗ് എ പർട്ടിക്കുലർ ടാസ്ക്. ഒരു ജോലി ചെയ്തു തീർക്കാനായിട്ട് എന്തൊക്കെ സ്റ്റെപ്പുകൾ അതിനകത്ത് വരുന്നുണ്ട്. സീക്വൻസ് എന്ന് നമുക്കറിയാം, ഒന്നാമത് ഇത് ചെയ്യണം, അത് കഴിഞ്ഞിട്ട് പിന്നീട് രണ്ടാമത് ഇത് ചെയ്യണം, മൂന്നാമത് ഇത് ചെയ്യണം, അങ്ങനെ സീക്വൻസ് എന്ന് പറഞ്ഞ സ്റ്റെപ്പുകൾ. അപ്പം ഏതൊക്കെ സ്റ്റെപ്പുകൾ ഒരു ജോലി ചെയ്തു തീർക്കുന്നതിനായിട്ട്, പർട്ടിക്കുലർ ടാസ്ക് ഒരു ജോലി ചെയ്ത് തീർക്കുന്നതിനായിട്ട് എത്രത്തോളം സ്റ്റെപ്പുകൾ അതിൻ്റെ അകത്ത് വരുന്നുണ്ടെന്നുള്ള കാര്യമാണ് റൂട്ട് ക്ലർക്ക് തയ്യാറാക്കുന്നത്. ഇനി രണ്ടാമത്തെ ഇൻസ്ട്രക്ഷൻ കാർഡ് ക്ലർക്ക്, പ്രിപ്പയർ ആൻഡ് ഗീവ്സ് ഇൻസ്ട്രക്ഷൻ കാർഡ് ടു വർക്കേഴ്സ്. വർക്കേഴ്സിന് നിർദ്ദേശങ്ങൾ, ഇൻസ്ട്രക്ഷൻ കാർഡ് കൊടുക്കുകയാണ്. അതായത് എന്തൊക്കെ ജോലികളാണ് നിങ്ങൾ ചെയ്യേണ്ടത് അന്ന് വേണ്ട, അവർക്ക് വേണ്ട എല്ലാ നിർദ്ദേശങ്ങളും കൊടുക്കുന്ന ആളാണ് ഇൻസ്ട്രക്ഷൻ കാർഡ് ക്ലർക്ക്. നിർദ്ദേശങ്ങളാണ് അദ്ദേഹം കൊടുക്കുന്നത്, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ. ഓരോ വർക്കർ ഓരോ ദിവസം എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യമാണ് അതിൻ്റെ അത് പറയുന്നത്. ടൈം ആൻഡ് കോസ്റ്റ് ക്ലർക്ക്. ഈ ടൈം ആൻഡ് കോസ്റ്റ് ക്ലർക്ക് എന്ന് പറഞ്ഞാൽ റെക്കോർഡ് ദ ടൈം ടേക്കൺ ഫോർ കംപ്ലീഷൻ ഓഫ് എ ജോബ്. ഒരു ജോലി ചെയ്ത് തീർക്കാനായിട്ട് എത്ര സമയം എടുത്തു എന്നുള്ള കാര്യം അദ്ദേഹം രേഖപ്പെടുത്തും. ആൻഡ് ഓൾസോ ദ കോസ്റ്റ് ഓഫ് വർക്ക് ഡൺ. ആ ജോലി ചെയ്ത് തീർക്കാനായിട്ട് എത്ര രൂപ ചിലവായി എന്നുള്ള കാര്യം അയാൾ രേഖപ്പെടുത്തുന്നുണ്ട്. 2 കാര്യങ്ങളാണ് അദ്ദേഹം രേഖപ്പെടുത്തുന്നത്. ടൈം ടേക്കൺ ഫോർ കംപ്ലീഷൻ ഓഫ് എ ജോബ്, ഒരു ജോലി ചെയ്ത് തീർക്കാനായിട്ട് എത്ര സമയം എടുത്തു. ആൻഡ് ഓൾസോ ദ കോസ്റ്റ് ഓഫ് വർക്ക് ഡൺ, ആ ജോലിക്ക് എത്ര രൂപ ചിലവ് വന്നു, അത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് എത്ര രൂപ ചിലവ് വന്നു എന്നുള്ള കാര്യം അദ്ദേഹം റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അടുത്ത ഡിസിപ്ലിനേറിയൻ, എൻഷുർ ദാറ്റ് ഈച്ച് ജോബ് ഈസ് ബീയിങ് പെർഫോംഡ് ഇൻ എ ഡിസിപ്ലിൻഡ് മാനർ. എല്ലാ ജോലികളും ഡിസിപ്ലിനായിട്ട് തന്നെയാണ്, അല്ലെങ്കിൽ അവർ ഉദ്ദേശിച്ച പോലെ തന്നെ, അവർ പ്ലാൻ ചെയ്ത പോലെ തന്നെയാണ് നടപ്പിലാകുന്നത്. മറ്റ് പ്രശ്നങ്ങളൊന്നും, അനാവശ്യമായ ചിലവുകളോ അനാവശ്യമായിട്ടുള്ള ടൈം വേസ്റ്റേജുകളോ മറ്റ് പ്രശ്നങ്ങളോ ഒന്നും അവിടെ ഉണ്ടാകുന്നില്ല. ഡിസിപ്ലിനായിട്ട് തന്നെ അവിടെ ജോലികളെല്ലാം നടക്കുന്നുണ്ടെന്നുള്ള കാര്യമാണ് ഡിസിപ്ലിനേറിയൻ്റെ ജോലി എന്ന് പറയുന്നത്. ഇനി അടുത്ത് സ്പെഷ്യലിസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്. പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിനകത്ത് വരുന്ന സൂപ്പർവൈസർമാർ. ഒന്നാമത്തെ ഗ്യാങ് ബോസ്, അറേഞ്ച് മെഷീൻ ആൻഡ് ടൂൾസ് ഫോർ വർക്ക്. അയാളുടെ ജോലിയാണ് അവിടെ ടൂളുകൾ അല്ലെങ്കിൽ മെഷീൻ എല്ലാം അറേഞ്ച് ചെയ്യുക, കൃത്യസ്ഥലത്ത് എടുത്തു വെക്കുക, അതിനെല്ലാം പ്രോപ്പറായിട്ടുള്ളൊരു പ്ലേസ് കൊടുക്കുക, അവിടെയെല്ലാം തിരിച്ച് കൊണ്ടുവച്ചോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്യുക. അതെല്ലാം ചെയ്യുന്നതാണ് ഗ്യാങ് ബോസ്. രണ്ടാമത്തെ സ്പീഡ് ബോസ്, എൻഷുർ വർക്കേഴ്സ് പെർഫോമൻസ് വിത്ത് റിക്വയർ സ്പീഡ്. വർക്കേഴ്സ് എല്ലാം ഒരു സമയം കണ്ടുപിടിച്ചിട്ടുണ്ട്, ആ സമയത്തിനുള്ളിൽ ജോലി ചെയ്ത് തീർക്കണം. അപ്പോൾ അതിനൊരു സ്പീഡ് ആവശ്യമുണ്ട്. ആ കൃത്യ സ്പീഡിൽ കൂടെ തന്നെ ആൾക്കാർ ജോലി ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യമാണ് സ്പീഡ് ബോസ് ചെക്ക് ചെയ്യുന്നത്. അടുത്ത റിപ്പയർ ബോസ്, ടേക്ക് കെയർ ഓഫ് മെയിൻ്റനൻസ് ഓഫ് മെഷീൻസ്. അവിടെയുള്ള മെഷീനുകളെല്ലാം എന്തെങ്കിലും കേടുപാടുകൾ ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ അത് ചെക്ക് ചെയ്യുക, കറക്റ്റ് ചെയ്യുക എന്നുള്ള കാര്യമാണ്. അടുത്തത് ഇൻസ്പെക്ടർ, കീപ് ചെക്ക് ഓൺ ക്വാളിറ്റി കൺട്രോൾ ഓഫ് ഔട്ട്പുട്ട്. അവിടെ ഉൽപ്പാദിപ്പിക്കുന്ന
പ്രോഡക്റ്റ് എന്തായിക്കോട്ടെ അത് നല്ല ക്വാളിറ്റിയിലാണ് ഉണ്ടാക്കുന്നതെന്നുള്ള കാര്യം ചെക്ക് ചെയ്യുക. ഇപ്പോൾ എന്തെങ്കിലും ഡാമേജ് ഉണ്ടോ, ഉണ്ടാക്കുന്ന പ്രോഡക്റ്റിന് എന്തെങ്കിലും ഡാമേജോ കാര്യങ്ങളോ ഉണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്യലാണ് ഇൻസ്പെക്ടറുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. അടുത്ത പറഞ്ഞിരിക്കുന്നത് സ്റ്റാൻഡേർഡൈസേഷൻ ആൻഡ് സിംപ്ലിഫിക്കേഷൻ ഓഫ് വർക്ക്. സ്റ്റാൻഡേർഡൈസേഷൻ റിവേഴ്സ് ടു ദ പ്രോസസ് ഓഫ് സെറ്റിംഗ് സ്റ്റാൻഡേർഡ് ഫോർ എവറി ബിസിനസ് ആക്ടിവിറ്റി. നമ്മുടെ കമ്പനിയിൽ നടക്കുന്ന ഓരോ ബിസിനസ് ആക്ടിവിറ്റിക്കും ഓരോ സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ പറഞ്ഞിരിക്കുന്ന സ്റ്റാൻഡേർഡൈസേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ സ്റ്റാൻഡേർഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ബെഞ്ച് മാർക്ക് എന്ന് പറഞ്ഞൊരു അളവുകോല്. ഈ അത് വേണമെങ്കിൽ അത് അവിടെ പറഞ്ഞിട്ടുണ്ട്. സ്റ്റാൻഡേർഡ്സ് ക്യാൻ ബി സെറ്റ് ഫോർ പ്രോസസ്സ്. ഒരു പ്രോസസ്സിന് നമുക്കൊരു അളവുകോല് വെക്കാം. റോ മെറ്റീരിയൽ ഇന്ന ക്വാളിറ്റിയുള്ള റോ മെറ്റീരിയൽ മാത്രമേ കളക്ട് ചെയ്യുള്ളൂ എന്ന് നമുക്ക് വേണമെങ്കിൽ ഒരു സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യാം. അപ്പം സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ ആ ക്വാളിറ്റി താഴെയുള്ള ഒരു റോ മെറ്റീരിയൽ നമ്മൾ കളക്ട് ചെയ്യില്ല. സ്റ്റാൻഡേർഡ് ടൈം, ഒരു ജോലി ചെയ്ത് തീർക്കാൻ ഇത്ര സമയം കൊണ്ട് ചെയ്ത് തീർക്കാൻ പറ്റും എന്ന് നമുക്കൊരു സ്റ്റാൻഡേർഡ് ടൈം സെറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങളോട് പറയുന്ന പോലെ ഇപ്പോൾ ക്ലാസ്സുള്ള സമയത്താണ് ഒരു പീരീഡ് തന്നിട്ട് ഇത്ര ഭാഗം തൊട്ട് ഇത്ര ഭാഗം വരെ പഠിക്കണം എന്ന് പറയുന്നുണ്ട്. അതൊരു സ്റ്റാൻഡേർഡാണ് അതിൻ്റെ അത് പറയുന്നത്. എന്ന് പറഞ്ഞാൽ തന്നെ ഓരോ കമ്പനിക്കകത്തും ഒരു ടൈം കൊടുക്കുന്നുണ്ട്. ഇന്ന സമയത്തിനുള്ളിൽ ഒരു ജോലി ചെയ്ത് തീർക്കണം എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. പ്രോഡക്റ്റ്, നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന പ്രോഡക്റ്റിന് ഇത്ര ക്വാളിറ്റി നിർബന്ധമായിട്ട് നമുക്കൊരു സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യാം. ഇത്ര ക്വാളിറ്റിയിൽ കുറവുള്ളൊരു പ്രോഡക്റ്റ് മാനുഫാക്ചർ ചെയ്യുകയാണെങ്കിൽ അത് സെക്കൻഡ് ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ അതിനെ ഒഴിവാക്കാം. സെയിൽസിൽ നിന്ന് നമുക്ക് അതിനെ ഒഴിവാക്കാൻ സാധിക്കും. മിഷനറി, നമ്മൾ കളക്ട് ചെയ്യുന്ന ഓരോ മിഷനറിക്ക് നമുക്കൊരു സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യാം. ഇത്ര ക്വാളിറ്റിയുള്ള മിഷനറി മാത്രമേ വാങ്ങൂ എന്ന് വേണമെങ്കിൽ നമുക്ക് വെക്കാം. മെത്തേഡ്സ് ഓർ വർക്കിംഗ് കണ്ടീഷൻ, അങ്ങനെ എന്തിന് വേണമെങ്കിലും നമുക്കൊരു സ്റ്റാൻഡേർഡ് കമ്പനിക്കകത്ത് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. സ്റ്റാൻഡേർഡൈസേഷൻ റെഫേഴ്സ് ടു ദ പ്രോസസ് ഓഫ് സെറ്റിംഗ് സ്റ്റാൻഡേർഡ് ഫോർ എവറി ബിസിനസ് ആക്ടിവിറ്റി. ഏതൊരു ബിസിനസ് ആക്ടിവിറ്റിക്കും നമുക്ക് സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യാൻ സാധിക്കും. അത് വേണമെങ്കിൽ പ്രോസസ്സിനായിരിക്കാം, റോ മെറ്റീരിയലിനായിരിക്കാം, ടൈമിനായിരിക്കാം, പ്രോഡക്റ്റിനായിരിക്കാം, മിഷനറിക്കായിരിക്കാം, മെത്തേഡിനായിരിക്കാം, വർക്കിംഗ് കണ്ടീഷനായിരിക്കാം. ഈ ഏതൊരു ബിസിനസ് ആക്ടിവിറ്റിക്കും നമുക്ക് ഈ പറഞ്ഞേക്കുന്ന സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി സ്റ്റാൻഡേർഡ്സ് ആർ ദ ബെഞ്ച് മാർക്ക് വിച്ച് മസ്റ്റ് ബി അഡ്ഹേർഡ് ടു ഡ്യൂറിങ് പ്രൊഡക്ഷൻ. അപ്പം ഞാൻ തൊട്ട് മുമ്പ് പറഞ്ഞു, ഈ സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ ബെഞ്ച് മാർക്കാണ്. എന്ന് പറഞ്ഞാൽ അളവുകോലുകളാണ്. ഇത് വെച്ച് നമുക്ക് മെഷർ ചെയ്യാൻ സാധിക്കും. ടൈം, ഇത്ര സമയത്തിനുള്ളിൽ ജോലി ചെയ്ത് തീർക്കണം നമുക്ക് പറയാൻ സാധിക്കും. ഈ പറഞ്ഞിട്ട് നമ്മൾ കളക്ട് ചെയ്യുന്ന റോ മെറ്റീരിയലിന് ഇത്ര ക്വാളിറ്റി കുറഞ്ഞുള്ള റോ മെറ്റീരിയൽ നമ്മൾ വാങ്ങില്ല എന്ന് നമുക്കൊരു സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ പല രീതിയിൽ നമുക്ക് ബെഞ്ച് മാർക്ക് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി അടുത്ത് ഒബ്ജക്റ്റീവ്സ് ഓഫ് സ്റ്റാൻഡേർഡൈസേഷൻ. ടു റെസ്ട്രിക്റ്റ് എ ഗിവൺ ലൈൻ ഓർ പ്രോഡക്റ്റ് ടു ഫിക്സ്ഡ് ടൈപ്പ്, സൈസ് ആൻഡ് ക്യാരക്ടേഴ്സ്. എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക പ്രോഡക്റ്റ് അതിന് നിശ്ചിത രൂപം കൊടുക്കുക, അതിനൊരു കറക്റ്റായിട്ടുള്ളൊരു രൂപം കൊടുക്കുക, നിശ്ചിതമായിട്ടുള്ളൊരു വലിപ്പം കൊടുക്കുക, ഒരു കറക്റ്റ് സൈസ് കൊടുക്കുക, അതിൻ്റെ ഒരു ഫീച്ചർ എന്ന് പറയുന്നത് ഒന്നാക്കുക, ഒരു നിശ്ചിത സ്വഭാവത്തിലുള്ളതായിട്ട് കൺട്രോൾ ചെയ്ത് നിർത്തുക. എന്ന് പറഞ്ഞാൽ അതിൻ്റെ സൈസോ അല്ലെങ്കിൽ അതിൻ്റെ ടൈപ്പോ ഒന്നും മാറരുത്. ഇപ്പം നമുക്കറിയാം വണ്ടിയുടെ സ്പെയർ പാർട്സ്, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഉപയോഗിക്കുന്ന മൊബൈല്, ഇപ്പോൾ ഈ മൊബൈലിൻ്റെ അകത്ത് എന്തെങ്കിലും ഒരു സ്പെയർ പാർട്സ് കേടായാൽ പോലും നിങ്ങൾക്കത് മാറ്റി വാങ്ങാൻ സാധിക്കും. കാരണം ഇപ്പം നിങ്ങളുടെ മൊബൈലിനകത്ത് ബാറ്ററി പോയി. അപ്പോൾ ആ ബാറ്ററി പോയിട്ടുണ്ടെങ്കിൽ എന്താ നിങ്ങൾക്കത് മാറ്റി വെക്കാൻ സാധിക്കും. ഇപ്പോൾ മാറ്റി വെക്കാൻ നേരത്ത് ഇപ്പോൾ സപ്പോസ് വിചാരിക്കുക സാംസങ്ങിൻ്റെ ഒരു മൊബൈലാണ് നിങ്ങളുടെ ഇരിക്കുന്നത്. അപ്പോൾ അവരതിൻ്റെ ബാറ്ററി അവിടെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അവരത് നിശ്ചിത ടൈപ്പ് അല്ലെങ്കിൽ സൈസൊന്നും അല്ല ഉണ്ടാക്കുന്നത്. ഓരോ ബാറ്ററി ഓരോ സൈസിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുക. അങ്ങനെയാണ് നിങ്ങളുടെ സാംസങ് ഫോണിനകത്തുള്ള ബാറ്ററിക്ക് എന്തെങ്കിലും ഒരു കംപ്ലയിൻറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അത് മാറ്റി വെക്കാൻ സാധിക്കില്ല. അതിനെയാണ് ഈ സ്റ്റാൻഡേർഡൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഫിക്സഡ് ടൈപ്പ് ആയിരിക്കണം, സൈസ് ആയിരിക്കണം, അതിൻ്റെ ഫീച്ചറെല്ലാം ഉള്ളതായിരിക്കണം. അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത് നിശ്ചിത രൂപത്തിലും വലിപ്പത്തിലും സ്വഭാവത്തിലുമാണ് അത് നിർമ്മിക്കേണ്ടത്. രണ്ടാമത്തെ, ടു എസ്റ്റാബ്ലിഷ് ഇൻ്റർചേഞ്ചബിലിറ്റി ഓഫ് മാനുഫാക്ചേർഡ് പാർട്സ് ആൻഡ് പ്രോഡക്റ്റ്. പരസ്പരം മാറ്റി വെക്കാൻ, ഇപ്പോൾ ഇച്ചിരി മുമ്പ് പറഞ്ഞ പോലെ ആ പ്രോഡക്റ്റ് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെക്കാനായിട്ട് എല്ലാ പ്രോഡക്റ്റിനും അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർചേഞ്ച് ചെയ്യാനായിട്ടുള്ള ഒരു ഫെസിലിറ്റി ഉണ്ടായിരിക്കണം. അതാണ് അടുത്ത സ്റ്റാൻഡേർഡൈസേഷനകത്ത് വരുന്നത്. ഒന്നാമത്തെ പറഞ്ഞു ഒരു ഫിക്സഡ് ഇത് വേണം, ടൈപ്പ് ആയിരിക്കണം, സൈസ് ആയിരിക്കണം, ക്യാരക്ടർ ആയിരിക്കണം. രണ്ടാമത്തെ ഇൻ്റർചേഞ്ചബിൾ ആയിരിക്കണം. അടുത്തത്, ടു എസ്റ്റാബ്ലിഷ് സ്റ്റാൻഡേർഡ്സ് ഓഫ് എക്സലൻസ് ആൻഡ് ക്വാളിറ്റി ഇൻ മെറ്റീരിയൽസ്. നമ്മൾ ഉപയോഗിക്കുന്ന ഈ പറഞ്ഞേക്കുന്ന മെറ്റീരിയൽസ് ഉണ്ട്. അതായത് ഈ പ്രൊഡക്ഷനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന റോ മെറ്റീരിയൽ, പലതരത്തിലുള്ള മെറ്റീരിയൽ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അതിനൊരു ക്വാളിറ്റി, ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടായിരിക്കണം. നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ റോ മെറ്റീരിയലും ഒരു അത്യാവശ്യം സ്റ്റാൻഡേർഡായിട്ടുള്ള റോ മെറ്റീരിയൽ ആയിരിക്കണം നമ്മൾ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്ന സാധനങ്ങളാണ് ഈ റോ മെറ്റീരിയൽ എന്ന് പറയുന്നത്. അപ്പം റോ മെറ്റീരിയലിന് ഒരു ഫിക്സഡ് ആയിട്ടുള്ളൊരു സ്റ്റാൻഡേർഡ്
നമ്മൾ സെറ്റ് ചെയ്യണം. അടുത്തത് ടു എസ്റ്റാബ്ലിഷ് സ്റ്റാൻഡേർഡ്സ് ഓഫ് പെർഫോമൻസ് ഓഫ് മെൻ ആൻഡ് മെഷീൻസ്. അവിടെ വരുന്ന തൊഴിലാളികൾ, ഇപ്പോൾ അവിടുത്തെ തൊഴിലാളികളാണെങ്കിൽ അവർക്ക് ഒരു ഇത്ര വിദ്യാഭ്യാസ യോഗ്യതയുള്ളവരെ മാത്രമേ എടുക്കൂ, അതൊരു സ്റ്റാൻഡേർഡാണ്. അല്ലെങ്കിൽ മെഷീൻസ് ഇത്ര ക്വാളിറ്റിയുള്ള മെഷീനറികൾ മാത്രമാണ് ഞങ്ങൾ ഉപയോഗിക്കുകയുള്ളൂ, അതെല്ലാം ഒരു സ്റ്റാൻഡേർഡാണ്. അപ്പോൾ പ്രധാനമായിട്ടും സ്റ്റാൻഡേർഡൈസേഷൻ്റെ ഒബ്ജക്റ്റീവ് ലക്ഷ്യം എന്ന് പറയുന്നത് 4 എണ്ണമാണ്. ഒന്നുകൂടി പറയാം. ഫിക്സ്ഡ് ടൈപ്പ് ആയിരിക്കണം, സൈസ് ആയിരിക്കണം, ക്യാരക്ടേഴ്സ് ഉള്ളതായിരിക്കണം നമ്മുടെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഇൻ്റർചേഞ്ചബിൾ ആയിരിക്കണം. മൂന്നാമത്തെ ക്വാളിറ്റി ഇൻ മെറ്റീരിയൽസ്, നമ്മൾ ഉപയോഗിക്കുന്ന റോ മെറ്റീരിയലിന് ക്വാളിറ്റി ഉണ്ടായിരിക്കണം. ടു എസ്റ്റാബ്ലിഷ് സ്റ്റാൻഡേർഡ്സ് ഓഫ് പെർഫോമൻസ് ഓഫ് മെൻ ആൻഡ് മെഷീൻ, എല്ലാ മെഷീനറിക്കും വർക്കേഴ്സിനും ഒരു സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യുക. ഇതൊക്കെയാണ് ഇതിനകത്ത് വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റ് എന്ന് പറയുന്നത്. ഇൻ്റർചേഞ്ചബിലിറ്റി, ക്വാളിറ്റി മെറ്റീരിയൽസ്, പെർഫോമൻസ് ഇൻ വർക്കേഴ്സിന് എല്ലാം സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യുക. ഇനി അടുത്ത സിംപ്ലിഫിക്കേഷൻ എന്ന് പറയുന്നത്, സിംപ്ലിഫിക്കേഷൻ സ്റ്റാൻഡ്സ് ഫോർ എലിമിനേഷൻ ഓഫ് സൂപ്പർഫ്ലൂവസ് വെറൈറ്റീസ്. പല വെറൈറ്റി അല്ലെങ്കിൽ പല സൈസിലുള്ള പ്രോഡക്റ്റുകളെല്ലാം ഒഴിവാക്കുക എന്നുള്ളതാണ് സിംപ്ലിഫിക്കേഷൻ എന്ന് പറയുന്നത്. അനാവശ്യമായ വൈവിധ്യങ്ങൾ, പല വെറൈറ്റി പ്രോഡക്റ്റ് ഒഴിവാക്കുക. സൈസ്, വലിപ്പം, അനാവശ്യമായിട്ടുള്ള വലിപ്പങ്ങൾ, പല വലിപ്പത്തിലുള്ള പ്രോഡക്റ്റുകൾ ഒഴിവാക്കുക എന്നുള്ളതൊക്കെയാണ് സിംപ്ലിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് ടു എലിമിനേറ്റ് അൺനെസറി ഡൈവേഴ്സിറ്റി ഇൻ പ്രോഡക്റ്റ്. അനാവശ്യമായിട്ടുള്ള ഡൈവേഴ്സിറ്റി, വൈവിധ്യം, പ്രോഡക്റ്റുകൾ പല രീതിയിലുള്ള പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നത് ഒഴിവാക്കുക. രണ്ടാമത്തെ ടു റെഡ്യൂസ് കോസ്റ്റ് ഓഫ് ലേബർ ചാർജ് കുറയ്ക്കുക. മെഷീൻ ആൻഡ് ടൂൾസ്, മെഷീനും ടൂളിനും ലേബറിനും എല്ലാം വരുന്ന ചിലവ് കുറയ്ക്കുക എന്നുള്ളതാണ് അടുത്ത ലക്ഷ്യം. അടുത്ത ടു റെഡ്യൂസ് ഇൻവെൻട്രി, സ്റ്റോക്ക് കുറയ്ക്കുക. ഫർദർ യൂട്ടിലൈസേഷൻ ഓഫ് എക്യുപ്മെൻറ്റ് ആൻഡ് ഇൻക്രീസ് സെയിൽസ് ആൻഡ് ടേൺ ഓവർ. അപ്പം എല്ലാ എക്യുപ്മെൻറ്റും എല്ലാ ഉപകരണങ്ങളും ഉപയോഗിച്ച് സെയിൽസ് കൂട്ടുക, പ്രോഫിറ്റ് ഉണ്ടാക്കുക. അത് ഇൻവെൻട്രി, സ്റ്റോക്ക് അധികം ഉണ്ടാക്കി വെക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ ഒരു പ്രൊഡക്ഷൻ യൂണിറ്റിനകത്ത് ഉൽപ്പാദിപ്പിച്ച സാധനങ്ങളെല്ലാം സ്റ്റോക്കാക്കി കമ്പനിക്കകത്ത് വെച്ചുകൊണ്ടിരിക്കാതെ പെട്ടെന്ന് തന്നെ വിറ്റ് പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ് സിംപ്ലിഫിക്കേഷൻ്റെ അടുത്ത ലക്ഷ്യം എന്ന് പറയുന്നത്. ഒന്നുകൂടി പറയാം. അൺനെസറി ഡൈവേഴ്സിറ്റി ഓഫ് പ്രൊഡക്റ്റിൻ്റെ അനാവശ്യമായിട്ടുള്ള ഡൈവേഴ്സിറ്റി ഒഴിവാക്കുക. ലേബർ കോസ്റ്റ് കുറയ്ക്കുക, മെഷീനായിട്ട് കോസ്റ്റ് കുറയ്ക്കുക, ടൂൾസിനുള്ള കോസ്റ്റ് കുറയ്ക്കുക, ഇൻവെൻട്രി സ്റ്റോക്ക് കുറയ്ക്കുക, സെയിൽസ് കൂട്ടുക, ടേൺ ഓവർ കൂട്ടുക. ഇത്രയാണ് സിംപ്ലിഫിക്കേഷൻ്റെ ലക്ഷ്യങ്ങളെന്ന് പറയുന്നത്.